നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡിനെ ഇനി സ്വന്തം പാസ്പോർട്ട് സേവാ കേന്ദ്രം. സഫലമായത് ദീർഘകാലത്തെ ആവശ്യം. സമ്പൂർണ്ണ വൈദ്യുതീകരണ പദ്ധതിയുമായി കൈകോർത്ത് വിവിധ സംഘടനകൾ. ആനന്ദാശ്രമം ലയൺസ് ക്ലബ്ബ് 7 വീടുകൾക്ക് വൈദ്യുതീകരണം നടത്തി. ഹരിത കേരളവുമായി കൈകോർത്ത് സാങ്കേതിക വിദഗ്ധരും. ചെറുവത്തൂർ കാടങ്കോട്ട് വയലിൽ ലെൻസ് ഫെഡിന്റെ നേതൃത്വത്തിൽ നെൽകൃഷി. മടിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബാലോത്സവം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. കോട്ടച്ചേരി GLP സ്കൂളിന്റെ വാർഷികാഘോഷം നടന്നു. യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. പുല്ലൂർ വാരിക്കാട്ടിലം അരയാൽത്തറ വിഷ്ണുമൂർത്തി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവം ഏപ്രിൽ 9 തുടങ്ങി. സർവൈശ്വര വിളക്ക് പൂജ നടന്നു. വാർത്തകൾ വിശദമായി. നീണ്ട വർഷത്തെ പ്രക്ഷോഭങ്ങൾക്കും മുറവിളികൾക്കുമൊടുവിൽ കാസർഗോഡ് പാസ്പോർട്ട് സേവാകേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. പാസ്പോർട്ട് സേവാകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം P. കരുണാകരൻ MP നിർവഹിച്ചു. ജില്ലയുടെ ഏറെ നാളത്തെ സ്വപ്നമാണ് കാത്തിരിപ്പിനൊടുവിൽ സഫലമായത്. ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പാസ്പോർട്ട് സേവാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. നീണ്ട വർഷത്തെ മുറവിളിക്കും പ്രക്ഷോഭത്തിനും ശേഷമാണ് കേന്ദ്ര സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച പാസ്പോർട്ട് സേവാ കേന്ദ്രം കാസർകോട്ട് മുഖ്യ തപാൽ ഓഫീസിനുള്ളിൽ പ്രവർത്തനം ആരംഭിച്ചത്. പഴയ ബസ് സ്റ്റാൻഡിലെ വ്യാപാരി ഭവനിൽ നടന്ന ചടങ്ങ് P. കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിൽ ആവശ്യമുന്നയിച്ചതിന്റെ ഫലമായാണ് സേവാകേന്ദ്രം ദ്രുതഗതിയിൽ പ്രവർത്തനം ആരംഭിച്ചതെന്നും തങ്ങളുടെ ഫണ്ടിൽ നിന്നും പണമെടുത്ത് നടപടി കൈക്കൊള്ളാൻ നിയമം അനുവദിക്കാത്തതുകൊണ്ടാണ് ഫണ്ട് വിനിയോഗം ചെയ്യാതിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതേപോലെ തന്നെ ആവശ്യമാണെങ്കിൽ MLA ആയാലും MP ആയാലും അതുപോലെ തന്നെ മറ്റാളുകളായാലും കമ്പ്യൂട്ടർ സ്പോൺസർ ചെയ്യുക, MBA ഫണ്ടിൽ നിന്ന് MLA കൊടുക്കുക. പക്ഷേ ഡിപ്പാർട്ട്മെന്റ് സംബന്ധിച്ചിടത്തോളം അത് സ്വീകാര്യമല്ലാത്തതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ സമ്മേളനം നടന്ന സമയത്ത് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സുഷമാ സ്വരാജിനെ കുറ്റപ്പെട്ടു. പാർലമെന്റിലെ വിഷയം മുഴുവൻ ഉന്നയിച്ചു. അതിന്റെ ഭാഗമായി തന്നെ അവർ വളരെ പെട്ടെന്നുള്ള നിർദ്ദേശം തന്നെയാണ് ചെയ്തത്. തീർച്ചയായിട്ടും ഇതിൽ ഏറ്റവും അധികം അഭിനന്ദനം അറിയിക്കുന്നത് നമ്മുടെ കേന്ദ്രമന്ത്രി സുഷമാ സ്വരാജ് തന്നെയാണ്. ചടങ്ങിൽ NA നെല്ലിക്കുന്ന MLA അധ്യക്ഷത വഹിച്ചു. ഫെബ്രുവരി 28 തുറക്കാൻ ഉദ്ദേശിച്ച സേവാ കേന്ദ്രത്തിന് ആവശ്യമായ കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ വാങ്ങാൻ ഫണ്ട് അനുവദിക്കാത്തതോടെ ഉദ്ഘാടനം നീളുകയായിരുന്നു. ഇതേ തുടർന്ന് പ്രവാസി സംഘടനകളും ജനപ്രതിനിധികളും നടത്തിയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കാസർകോട്ടെ സേവാ കേന്ദ്രത്തിൽ ഒരു കൗണ്ടർ തുറക്കാൻ ആവശ്യമായ കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ എത്തിക്കുകയായിരുന്നു. പുതിയ പാസ്പോർട്ട് പുതുക്കൽ എന്നിവയാണ് പ്രധാനമായും സേവാ കേന്ദ്രത്തിൽ ചെയ്യുന്നതെന്നും അധികൃതർ പറയുന്നു. അവഗണനയുടെയും പിന്നോക്കാവസ്ഥയുടെയും മുന്നിൽ പാസ്പോർട്ട് സേവാ കേന്ദ്രമെങ്കിലും യാഥാർത്ഥ്യമായതിന്റെ ആഹ്ലാദത്തിലാണ് കാസർഗോഡുകാർ. ന്യൂസ് ഡെസ്ക് KCN. സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ വൈദ്യുതീകരണ പദ്ധതിയോട് കൈകോർത്ത് ആനന്ദാശ്രമം ലയൺസ് ക്ലബ്ബും കല്യാൺ റോഡിലെ നിർധനരായ 7 കുടുംബങ്ങൾക്ക് വൈദ്യുതി എത്തിച്ച് ലയൺസ് ക്ലബ്ബ് പ്രവർത്തകർ മാതൃകയായി. സമ്പൂർണ്ണ വൈദ്യുതീകരണ യജ്ഞത്തിന്റെ ഭാഗമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 7 കുടുംബങ്ങളുടെ വീടുകളിലാണ് ആനന്ദാശ്രമം ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വയറിംഗ് നടത്തി വൈദ്യുതീകരിച്ച് നൽകിയത്. മാവുങ്കാൽ കല്യാൺ റോഡിൽ താമസിക്കുന്ന കുമാരൻ, KR മാധവി, കൃഷ്ണൻ, ദാമോദരൻ, ഉണ്ടച്ചി, K മാധവി തുടങ്ങിയവരുടെ വീടുകളിലാണ് ആനന്ദാശ്രമം ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വൈദ്യുതീകരിച്ച് നൽകിയത്. ക്ലബ് അംഗവും KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായ ലയൺ സീതാരാമൻ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ് പ്രസിഡന്റ് ലയൺ സത്യൻ അധ്യക്ഷനായി. ലയൺ ബാബു, ലയൺ ശശിധരൻ നമ്പ്യാർ, ലയൺ അനിൽകുമാർ, മോഹൻ K, സബ് എഞ്ചിനീയർ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ലയൺ മെമ്പർമാരായ വേണുഗോപാലൻ, ശശിധരൻ, ജനാർദ്ദനൻ, വിനോദ് K, ബിനോ ജോസഫ്, ബാലൻ തുടങ്ങിയവർ സംബന്ധിച്ചു. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റിനു മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും മാർച്ചും ധർണയും സംഘടിപ്പിച്ചു.
കാസർഗോഡ് നടന്ന ജില്ലാ മാർച്ചും ധർണയും വിദ്യാനഗറിൽ AITUC ജില്ലാ ജനറൽ സെക്രട്ടറി KV കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, പെൻഷൻ പ്രായം 60 വയസ്സായി ഉയർത്തുക, കരാർ ദിവസക്കൂലി നിയമനങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിനു മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. വിദ്യാനഗറിൽ നടന്ന മാർച്ചും ധർണയും AITUC ജില്ലാ ജനറൽ സെക്രട്ടറി KV കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 10 മാസത്തെ കാത്തിരിപ്പിന് ശേഷം ആ ഗവൺമെന്റിനെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു പരിപാടി സംസ്ഥാന വ്യാപകമായി നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ UDF ഭരണകാലത്ത് ഇതിൽ പല മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അതിശക്തമായ പണിമുടക്ക് സമരം ഉൾപ്പെടെയുള്ള പോരാട്ടങ്ങൾ അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയും യോജിക്കാവുന്നവരുമായ എല്ലാം യോജിച്ചുകൊണ്ട് കേരളത്തിൽ വളർത്തിക്കൊണ്ടുപോകുന്നു. തീർച്ചയായും ആ പോരാട്ടത്തോടൊപ്പം നിന്ന രാഷ്ട്രീയ നേതൃത്വമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് ഭരണം നിയന്ത്രിക്കുന്നത്. ചടങ്ങിൽ സമരസമിതി ചെയർമാൻ വിനോദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ഷാനവാസ് ഖാൻ, നരേഷ് കുമാർ, സന്തോഷ് സ്റ്റാലിൻ, കുഞ്ഞമ്പുമാവ് വളപ്പിൽ, പത്മനാഭൻ മാസ്റ്റർ, ഭുവനേന്ദ്രൻ, N മണിരാജ് തുടങ്ങിയവർ സംബന്ധിച്ചു. കാസർഗോഡ് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി അഹമ്മദ് ഹമീദ് അലി ഷംനാട് അനുസ്മരണം സംഘടിപ്പിച്ചു. പ്രൊഫസർ KV തോമസ് MP ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച അഹമ്മദ് ഹമീദ് അലി ഷംനാട് അനുസ്മരണം പ്രൊഫസർ KV തോമസ് MP ഉദ്ഘാടനം ചെയ്തു. സാഹിബ് MP ആയി ഡൽഹിയിലെത്തുന്നു. അതേപോലെ ഞാനവിടെ ഡൽഹി MP അദ്ദേഹത്തെ സ്വീകരിച്ച് പാർലമെന്റിൽ കൊണ്ടുപോയി ഇന്ന് ഞാൻ ഓർക്കുന്ന റൂൾ നമ്പർ 62 ഒന്നാമത്തെ നിലയിൽ അദ്ദേഹത്തിൻ്റെ ഇവിടുന്ന് MP ആയി തിരഞ്ഞെടുത്ത സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്ത് സത്യപ്രതിജ്ഞ എടുക്കുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾ ഒന്നിച്ച് ഒരു പുതിയ രാഷ്ട്രീയ ജീവിതം ഡൽഹിയിൽ ആരംഭിക്കുക. എല്ലാ രംഗത്തും ഒരു നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു. ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ഹാസിം കടവത്ത് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ P കരുണാകരൻ MP, ചെർക്കളം അബ്ദുള്ള, NA നെല്ലിക്കുന്ന്, MC കമറുദ്ദീൻ, P മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, AGC ബഷീർ, A അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. മണ്ഡലം സെക്രട്ടറി അബ്ദുള്ള കുഞ്ഞി ചെർക്കളം സ്വാഗതം പറഞ്ഞു. ജലനിധി ഗ്രാമീണ കുടിവെള്ള ശുചിത്വ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയ കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ കിളിയളം തൊട്ടിയിലെ ശുദ്ധജല വിതരണ പദ്ധതി P കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ജനനിധി പദ്ധതിയുടെ ഭാഗമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച കിളിയളം തൊട്ടി മിച്ചഭൂമി ശുദ്ധജല വിതരണ പദ്ധതിയാണ് ആരംഭിച്ചത്. പദ്ധതിയുടെ ഉദ്ഘാടനം P കരുണാകരൻ MP നിർവഹിച്ചു. ഈ സന്ദർഭത്തിലാണ് അതാത് പഞ്ചായത്തുകൾ തന്നെ കുടിവെള്ള പദ്ധതിക്ക് പ്രത്യേകമായിട്ട് രൂപം നൽകുന്നത്. കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നതിന് സംസ്ഥാന തലത്തിൽ 2-3 ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് വാട്ടർ അതോറിറ്റി കൂടാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന മറ്റൊന്നാണ് ജലനിധി. വേൾഡ് ബാങ്കിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് അതിന് പ്രവർത്തനം നടത്തുന്നത്. പക്ഷേ ഇങ്ങനെ നടത്തുന്ന സമയത്തും ഇതിനാവശ്യമായ സംഖ്യയുടെ ഒരു ഭാഗം അതാത് പഞ്ചായത്തുകൾ നൽകേണ്ടതുണ്ട്. അതാണ് സഖാവ് ബിരുവാല ഇവിടെ സൂചിപ്പിച്ചത്. 3 കോടിയിലേറെ രൂപ ഈ പഞ്ചായത്ത് അടച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ പ്രധാന കമ്മീഷൻ ഈ പദ്ധതി പൂർണ്ണമായിട്ടും നടപ്പിലാക്കാൻ കഴിയും. നിർദ്ദേശം ആശാ ചെല്ലപ്പൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് A വിധുബാല അധ്യക്ഷയായി. ഷൈജമ്മ ബെന്നി, KV സുകുമാരൻ, കാർത്തിയായനി, V ബാലകൃഷ്ണൻ, V സുധാകരൻ, അനിത, BN സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജെയിംസ് തോമസ് സ്വാഗതവും P സുകുമാരി നന്ദിയും പറഞ്ഞു. ഹരിത കേരളത്തിന്റെ ഭാഗമാകാൻ എഞ്ചിനീയർമാർ പാടത്തിറങ്ങിയപ്പോൾ നെൽകൃഷിയിൽ 100 മേനി.
ചെറുവത്തൂർ കാടാങ്കോട്ടെ തവ്വൻകണ്ടത്തിൽ തരിശിട്ട 3 ഏക്കറിൽ എഞ്ചിനീയർമാരുടെ കൂട്ടായ്മയായ ലെൻസ്ഫെഡിന്റെ നേതൃത്വത്തിലായിരുന്നു കൃഷി ഇറക്കിയത്. ഏപ്രിൽ 12-ന് വിളവെടുപ്പ് കൊയ്ത്തുത്സവമായി നടത്തും. എസ്റ്റിമേറ്റും പ്ലാനുകളും തയ്യാറാക്കുന്ന കൈകൾ കൊണ്ട് മണ്ണിലേക്ക് വിത്തെറിഞ്ഞപ്പോൾ വിളഞ്ഞത് 100 മേനി. മണ്ണും കൃഷിയും ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്ന തിരിച്ചറിവാണ് ലെൻസ്ഫെഡ് താലൂക്ക് കമ്മിറ്റി ഭാരവാഹികളെ കൃഷിയിലേക്കും ആകർഷിച്ചത്. ചെറുവത്തൂർ കോട്ടക്കുന്നിലെ താഴ്വാരത്തിൽ തവ്വംകണ്ടം പാടശേഖരത്തിൽ 3 ഏക്കർ സ്ഥലത്താണ് ലെൻസ്ഫെഡ് പ്രവർത്തകർ കൃഷി ഇറക്കിയത്. 100 മേനി വിളഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ കൃഷി. 3 മാസം മുമ്പ് മന്ത്രി ചന്ദ്രശേഖരനാണ് കൃഷിയുടെ ഉദ്ഘാടനം നടത്തിയത്. ഏപ്രിൽ 12-ന് ഉത്സവമാക്കി കൊയ്ത്തു നടത്താനാണ് ലെൻസ്ഫെഡ് പ്രവർത്തകരുടെ തീരുമാനം. 7-2 നെൽകൃഷിയാണ് ഇവർ ചെയ്തത്. കൃഷിക്ക് വേണ്ടുന്ന സഹായങ്ങൾ ബന്ധപ്പെട്ടവരിൽ നിന്നും ലഭിക്കുകയും ചെയ്തു. ലെൻസ്ഫെഡ് താലൂക്ക് പ്രസിഡന്റ് NV പവിത്രൻ, സെക്രട്ടറി ടിജു തോമസ്, ട്രഷറർ TJ സെബാസ്റ്റ്യൻ, മുകേഷ് ബാലകൃഷ്ണൻ, VV പവിത്രൻ, വിനു ആലിങ്കൽ എന്നിവരാണ് കൃഷിക്ക് നേതൃത്വം നൽകിയത്. കാർഷിക മേഖലയിലും കൂടി ഈ ഊന്നൽ നൽകിക്കൊണ്ട്, കാരണം കാർഷിക മേഖലയിൽ വളരെ ഗവൺമെൻറ്റിൻ്റെ ഹരിത വിപ്ലവ പരിപാടിയുടെ ഭാഗമായിട്ട് കാർഷിക മേഖലയിൽ കൂടി ഇത്തരൊരു പരിപാടി സംഘടിപ്പിക്കണമെന്നുള്ള ഉദ്ദേശം താലൂക്ക് കമ്മിറ്റിക്കുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൃഷി ഇവിടെ നടത്തിയിട്ടുള്ളത്. 7-2 വിത്ത് ഉപയോഗിച്ച് കൊണ്ടാണ് ഇവിടെ ഈ നെൽകൃഷി ഇറക്കിയിരിക്കുന്നത്. ഉപ്പുവെള്ളം കയറിയാലും അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഈ 7-2 വിത്തിന് ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ വിളവ് നടന്നിരിക്കുന്നത്. കൂടാതെ കൃഷിക്കാവശ്യമായ ശാസ്ത്രീയവും സാങ്കേതികവുമായ സഹകരണങ്ങൾ ചെയ്തു നൽകിയത് പാടശേഖര സമിതി സെക്രട്ടറി M മനോഹരനാണ്. മടിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ബാലോത്സവം 2017 ശ്രദ്ധേയമായി. കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. മടിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ബാലോത്സവം കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ടും കലാമത്സരങ്ങളുടെ നിലവാരം കൊണ്ടും ഏറെ ശ്രദ്ധേയമായി. PTA പ്രസിഡന്റ് O കുഞ്ഞികൃഷ്ണൻ ബാലോത്സവം ഉദ്ഘാടനം ചെയ്തു. SMC ചെയർമാൻ T രാജൻ അധ്യക്ഷനായി. ഹെഡ്മാസ്റ്റർ TV രാഘവൻ, പ്രിൻസിപ്പാൾ സുരേഷ് കൊക്കോട്ട്, M ബാലൻ, P അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ സ്കൂളിലെ നീന്തൽ പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ബാലോത്സവത്തിൽ സമീപത്തെ അംഗൻവാടി കുട്ടികളും പ്രീ പ്രൈമറി കുട്ടികളും കലാമത്സരങ്ങൾ അവതരിപ്പിച്ചു. ചുള്ളിമൂല, കുണ്ടേൻവേൽ അംഗൻവാടികളിലെ കുട്ടികളാണ് കലാമത്സരങ്ങളിൽ പങ്കെടുക്കാനെത്തിയത്. കവ്വായി കായലിന്റെ മനോഹാരിത നുകർന്നും കായലിനെ തൊട്ടറിഞ്ഞും ഒരു വിനോദയാത്ര. ശയ്യാവലംബികളടക്കമുള്ള 17 കുട്ടികളാണ് ഹൗസ് ബോട്ടിലൂടെ കായലറിവ് നടത്തിയത്. സർവശിക്ഷാഭിയാന്റെ ചെറുവത്തൂർ BRC ആയിരുന്നു സംഘാടകർ. വീടിനപ്പുറമുള്ള ലോകത്തെ കൂടുതൽ അറിയാത്ത കുരുന്നുകൾ, ശാരീരിക മാനസിക പ്രയാസങ്ങളാൽ വീർപ്പുമുട്ടുന്നവർ, ഇവർക്കായി സർവശിക്ഷാ അഭിയാൻ ചെറുവത്തൂർ BRC സംഘടിപ്പിച്ച ഹൗസ് ബോട്ടിലൂടെയുള്ള കായലറിവ് യാത്ര കുട്ടികളിൽ പുതിയൊരു ആത്മവിശ്വാസം ജനിപ്പിക്കുന്നതായി. രക്ഷിതാക്കൾക്കൊപ്പം യാത്രയിൽ പങ്കാളികളായ 17 കുട്ടികളിൽ ബഹുഭൂരിഭാഗവും പൂർണ്ണമായും ശയ്യാവലംബികളായിരുന്നു. രാവിലെ തൊട്ട് വൈകിട്ട് വരെ നീണ്ട യാത്ര. കിഴക്കേമുറി, അച്ചാംതുരുത്തി,
മടക്കര, തൈക്കടപ്പുറം, പുലിമുട്ടുവഴി പടന്നക്കടപ്പുറം വരെ നീണ്ടു. കിടന്നും ഇരുന്നും തൂണുകളിൽ പിടിച്ചു നിന്നും പാട്ടുപാടി നൃത്തം വെച്ച് അവർ കൗവായി കായലിന്റെ മനോഹാരിത നുകർന്ന് കായലിനെ തൊട്ടറിഞ്ഞു. ചെറുവത്തൂർ ബിയാസിയുടെ കീഴിലുള്ള ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബോട്ട് യാത്രയാണ് ഇന്നിവിടെ നടക്കുന്നത്. മുഴുവനായും കിടപ്പിലായ സ്കൂളിൽ പോകാൻ പറ്റാത്ത കുട്ടികളും കുറച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികളാണ് ഈ ബോട്ട് യാത്രയിൽ. ഒരു രക്ഷിതാക്കളാണ് ഇന്ന് ബോട്ട് യാത്രയിൽ നമ്മുടെ കൂടെ ഈ യാത്ര നടക്കുന്നത്. സ്കൂളിലെ പാഠാനുഭവങ്ങളൊന്നും കുട്ടികൾക്ക് കിട്ടാത്ത കുട്ടികൾ ഈ കായലിനെ തൊട്ടറിയാനും പ്രകൃതി ആസ്വദിക്കാനും വേണ്ടിയിട്ടാണ് ഇന്ന് ഈ യാത്രയെ തന്നെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇരുൾ വീണതല്ല ഞങ്ങളുടെ ജീവിതമെന്നും ആത്മവിശ്വാസം പകർന്ന് കൈത്താങ്ങ് കൂടിയായാൽ ഇനിയുമേറെ ഉയരാനാകുമെന്നും കുട്ടികൾ പറഞ്ഞു. IEDC റിസോഴ്സ് അധ്യാപികമാർ വീട്ടിലെത്തിയാണ് ഈ വിഭാഗം കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത്. അധ്യാപികമാരായ PV പ്രസീത, PM മുംതാസ്, B റോഷ്നി, PK സരോജിനി, P സ്നേഹലത, MS ഇന്ദുലേഖ, KH സുഹറാബി, ഫിസിയോതെറാപ്പിസ്റ്റ് നയന എന്നിവർ നേതൃത്വം നൽകി. കോട്ടച്ചേരി GLP സ്കൂളിന്റെ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും സംഘടിപ്പിച്ചു. കോട്ടച്ചേരി GLP സ്കൂളിന്റെ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെയാണ് നടന്നത്. റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ വാർഷികാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വളരെ ചെറിയ പ്രൈമറി തലത്തിൽ, ലോവർ പ്രൈമറി തലത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനമാകുമ്പോൾ തീർച്ചയായും നമുക്ക് കുട്ടികളുടെ പരിപാടികളാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ളതായി കാണുന്നത്. അത് തന്നെയാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് എന്നത് വളരെ നല്ല കാര്യമാണ്. ഒരു നാടിൻ്റെ വളരെ ചുറ്റുവട്ടത്തിൽ, ചെറിയൊരു ചുറ്റുവട്ടത്തിലാണ് നമ്മുടെ ഒരു LP സ്കൂളൊക്കെ പ്രവർത്തിക്കുക. ഞാനിപ്പോൾ ഇന്ന് തുടങ്ങിയിട്ട് ഇത് 4ാമത്തെ സ്കൂളാണ് ഇന്ന് കാലത്ത് ആരംഭിച്ചതിന്. അധ്യാപകരെ പഠിപ്പിക്കുന്ന, അധ്യാപകരെ വിദ്യാർത്ഥികളായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഡയറ്റ് മൈപ്പാടിയിലെ വലിയ സ്ഥാപനങ്ങൾ അവിടെയാണ് തുടങ്ങിയത്. നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗംഗാ രാധാകൃഷ്ണൻ അധ്യക്ഷയായി. സർവീസിൽ നിന്നും വിരമിക്കുന്ന ഖദീജ, സുജാത എന്നീ അധ്യാപികമാർക്കുള്ള യാത്രയപ്പും നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉപഹാര സമർപ്പണം നടത്തി. ദേവി ടീച്ചർ, M രാമൻ, AO KV പുഷ്പ, V മധുസൂദനൻ, EU സേവ്യർ മാസ്റ്റർ, M ബാലകൃഷ്ണൻ, സുധാചന്ദ്രൻ, അനിത ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. കായിക മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികൾക്ക് സ്കൂൾ വികസന സമിതി മുഖ്യരക്ഷാധികാരി K വേണുഗോപാലൻ നമ്പ്യാർ സമ്മാനദാനം നിർവഹിച്ചു. തുടർന്ന് സ്കൂൾ കുട്ടികൾ അവതരിപ്പിച്ച നൃത്തസന്ധ്യ ഏറെ ശ്രദ്ധേയമായി. മദർ PTA നേതൃത്വത്തിൽ തിരുവാതിരയും അരങ്ങേറി. പരമേശൻ തനയനും ഗണപതി തുണ ചെയ്യുവാൻ പ്രണമിക്കുന്നേ. പരമേശൻ തനയനും ഗണപതി തുണ ചെയ്യുവാൻ പ്രണമിക്കുന്നേ. കളവാണി സരസ്വതി കരുണയോടടി കരളിൽ വന്നുദിക്കുവാൻ പ്രണമിക്കുന്നേ. കളവാണി സരസ്വതി കരുണയോടടി കരളിൽ വന്നുദിക്കുവാൻ പ്രണമിക്കുന്നേ. പുല്ലൂർ വാരിക്കാട്ടിലും മരയാൽത്തറ വിഷ്ണുമൂർത്തി ദേവസ്ഥാനത്തെ കളിയാട്ട മഹോത്സവം ഏപ്രിൽ 9 മുതൽ 11 വരെ നടക്കും. മഹോത്സവത്തിന് മുന്നോടിയായി മാതൃസമിതിയുടെ നേതൃത്വത്തിൽ സർവൈശ്വര്യ വിളക്കുപൂജ നടന്നു. പുല്ലൂർ വാരിക്കാട്ടിലും അരയാൽത്തറ വിഷ്ണുമൂർത്തി ദേവസ്ഥാനത്തെ കളിയാട്ട മഹോത്സവം ഏപ്രിൽ 9 മുതൽ 11 വരെ തീയതികളിലായാണ് നടക്കുന്നത്.
മഹോത്സവത്തിന്റെ ഭാഗമായി മാതൃസമിതിയുടെ നേതൃത്വത്തിൽ സർവൈശ്വര്യ വിളക്കുപൂജ നടന്നു. സതി കുഞ്ഞിക്കണ്ണൻ, നിർമ്മല ചന്തൂട്ടി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് വിളക്കുപൂജ നടന്നത്. ദേവസ്ഥാനത്തേക്ക് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ സോളാർ ലൈറ്റും കസേരയും കൈമാറി. തന്ത്രി ശ്രീധരൻ വാരിക്കാട്ട് തായർ ഏറ്റുവാങ്ങി. വേണു മാക്കരങ്കോട്ട്, കെ നാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെസ്റ്റിൻ പ്ലൈമാർട്ട് കാഞ്ഞങ്ങാട്ട് പ്രവർത്തനം ആരംഭിച്ചു. റോയൽ എൻഫീൽഡ് ഷോറൂമിന് എതിർവശത്താണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. വെസ്റ്റിൻ പ്ലേമാർട്ട് കാഞ്ഞങ്ങാട് സൗത്ത് റോയൽ എൻഫീൽഡ് ഷോറൂമിന്റെ എതിർവശത്താണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പ്ലേവുഡ്, മൾട്ടിവുഡ്, MDF, ജിപ്സം ബോർഡ്, ഡോർ തുടങ്ങി ഇന്റീരിയർ ഡിസൈനിങ്ങിന് ആവശ്യമായ എല്ലാ സാമഗ്രികളുടെയും ഹോം ഡെക്കറേറ്റീവ് ഐറ്റംസിന്റെയും വിശാലമായ ഷോറൂമാണ് കാഞ്ഞങ്ങാട്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡിന് ഇനി സ്വന്തം പാസ്പോർട്ട് സേവാ കേന്ദ്രം. സഫലമായത് ദീർഘകാലത്തെ ആവശ്യം. സമ്പൂർണ്ണ വൈദ്യുതീകരണ പദ്ധതിയുമായി കൈകോർത്ത് വിവിധ സംഘടനകൾ. ആനന്ദാശ്രമം ലയൺസ് ക്ലബ്ബ് 7 വീടുകൾക്ക് വൈദ്യുതീകരണം നടത്തി. ഹരിത കേരളവുമായി കൈകോർത്ത് സാങ്കേതിക വിദഗ്ധരും. ചെറുവത്തൂർ കാടങ്കോട്ട് വയലിൽ ലെൻസ് ഫെഡിന്റെ നേതൃത്വത്തിൽ നെൽകൃഷി. മടിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബാലോത്സവം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. കോട്ടച്ചേരി GLP സ്കൂളിന്റെ വാർഷികാഘോഷം നടന്നു. യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. പുല്ലൂർ വാരിക്കാട്ടിലം അരയാൽത്തറ വിഷ്ണുമൂർത്തി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവം ഏപ്രിൽ 9 തുടങ്ങും. സർവൈശ്വര്യ വിളക്ക് പൂജ നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.